രൂപയ്ക്ക് 1 കോടിയുടെ ഇൻഷുറൻസ് കവർ. ഇൻഷുറൻസ് ഏജന്റുമാർ പലതരം ഇൻഷുറൻസ് പോളിസികൾ വാഗ്ദാനം ചെയ്താലും അതിലൊന്നും വീഴാതെ എങ്ങനെ മികച്ച ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. നിങ്ങളുടെ കുടുംബത്തിന് യോജിച്ച ഒരു ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 400 രൂപ മാസം നിക്ഷേപിച്ചാൽ 25 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസ്, 500 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നേടാൻ സാധിക്കും. 1000 രൂപ നിക്ഷേപിച്ചാൽ 1 കോടിയുടെ ഇൻഷുറൻസ് നേടാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നേടാൻ സാധിക്കുന്നതെന്ന് ഇന്ന് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇൻഷുറൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായും പറയുന്ന ഉത്തരം കുടുംബം എന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനായി നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം കോമൺ ആയി ലഭിക്കുന്നത് ഇല്ല എന്നായിരിക്കും. നമ്മളുടെ കുടുംബത്തിനെ നമ്മൾ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഏകദേശം 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 70% പേർക്കും ഇൻഷുറൻസ് ഇല്ല എന്നത് ഒരു വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. 30% പേർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അത് അവർക്ക് അനുയോജ്യമായതാണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം പോലും അവർക്ക് ലഭിക്കാതെ വരികയാണ്. ഇതിന് കാരണം നമുക്ക് കറക്റ്റായ രീതിയിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു അവബോധം ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഇപ്പോഴും ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളോട് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചാൽ അവർ കോമൺ ആയി പറയുന്ന കുറെ പോളിസികളുടെ പേരാണ് മണി ബാക്ക്, എൻഡോവ്മെന്റ് പ്ലാൻസ്, ULIPS, ഹോൾ ലൈഫ്, ചൈൽഡ് ഇൻഷുറൻസ് പ്ലാൻസ്. അപ്പോൾ ഇത് മാത്രമല്ല, നിരവധി തരത്തിലുള്ള നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ടേം ഇൻഷുറൻസ് എന്നാൽ എന്താണ്, അതിന്റെ പ്രീമിയം എത്രയാണ്. ഇൻഷുറൻസിനെ സാധാരണയായി 2 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, രണ്ടാമത്തേത് നോൺ ലൈഫ് ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടേം ഇൻഷുറൻസ് ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ്. ഒരു ഉദാഹരണത്തിന് ടേം ഇൻഷുറൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരേ ഒരു വരുമാന മാർഗം എന്ന് കരുതുക. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുക. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന്റെ കാര്യം ആരാണ് നോക്കുക? നമ്മൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എങ്ങനെയാണ് തിരിച്ചടയ്ക്കുക? നമ്മളുടെ ബാധ്യതകൾ എങ്ങനെയാണ് പരിഹരിക്കുക? എന്നിങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ വരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഉത്തരമാണ് ടേം ഇൻഷുറൻസ്. പോളിസി കാലയളവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് ഒരു വലിയ തുക കൈമാറ്റം ചെയ്യപ്പെടുന്നു. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആർക്കൊക്കെയാണ് ഈ ഒരു ഇൻഷുറൻസ് ആവശ്യമുള്ളത്. ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളവർ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലോൺ അടച്ചു തീർക്കണമെന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഒരാൾ നിർബന്ധമായും ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകണം. ഇനി നമുക്ക് എപ്പോൾ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെന്ന് നോക്കാം. കുറഞ്ഞ ചിലവിൽ വലിയ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ മെച്ചം. 20 വയസ്സ് മുതൽ 30 വയസ്സിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ വലിയ കവറേജ് നേടാൻ സാധിക്കും. ഇനി എത്ര കവറേജ് ആണ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് നോക്കാം. നോർമലി നിങ്ങൾ ഒരു സിംഗിൾ ആണ്, നിങ്ങൾക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആനുവൽ ഇൻകത്തിന്റെ 15% മുതൽ 20% ഇരട്ടി തുക നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ മാരീഡ് ആണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ തുക ആവശ്യമായി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കവറേജും വേണ്ടിവരും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇത്തരത്തിൽ കുറഞ്ഞ ചിലവിൽ വലിയ കവറേജ് ലഭിക്കുന്ന ഈ ഒരു ഇൻഷുറൻസ് ഞാൻ എവിടെ നിന്ന് നേടും, എങ്ങനെയാണ് എനിക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ടെൻഷനിലായിരിക്കും. അതിനെ ഓർത്ത് ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിനുള്ള ഉത്തരവും ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പോളിസി ബസാർ. പോളിസി ബസാർ ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ്. 51-ലധികം ഇൻഷുറൻസ് കമ്പനികളെ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. വെറും 600 രൂപ മുതൽ 700 രൂപ വരെ പ്രതിമാസം നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുമാത്രമല്ല 15% വരെ ഡിസ്കൗണ്ടും നേടാം.
പ്രതിമാസം 400 രൂപ മുതൽ 500 രൂപ വരെ നൽകുകയാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓൺലൈനായി വാങ്ങുകയാണെങ്കിൽ 25% ഡിസ്കൗണ്ട് നേടാം. വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും നേടാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങളുടെ മെറ്റേണിറ്റി എക്സ്പെൻസും ഈ ഒരു ഇൻഷുറൻസിലൂടെ കവർ ആകുന്നു. പാരന്റൽ ചെക്കപ്പ്, ഡെലിവറി, പോസ്റ്റ് നാറ്റൽ ചെക്കപ്പ് എന്നിവയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുമാത്രമല്ല 50,000 രൂപയുടെ മെറ്റേണിറ്റി ബെനിഫിറ്റും നേടാൻ സാധിക്കും. അതും 6 മന്ത് ഓഫ് പ്രഗ്നൻസി പീരീഡിലും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം ഇൻഷുറൻസ് വളരെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേം ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50-ൽ പരം ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനും അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ചൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ മറക്കണ്ട, ഇന്ന് തന്നെ പോളിസി ബസാറിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കൂ. ഇനി നമുക്ക് ടേം ഇൻഷുറൻസും എൻഡോവ്മെന്റ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ടേം ഇൻഷുറൻസ് നമുക്ക് നൽകുന്നത് പ്യുവർ പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ എൻഡോവ്മെന്റ് നമുക്ക് നൽകുന്നത് പ്രൊട്ടക്ഷൻ പ്ലസ് സേവിംഗ് ആണ്. പക്ഷേ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലെസ് കവറേജുമാണ് ഉള്ളത്. കുറഞ്ഞ ചിലവിൽ പരമാവധി സുരക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ടേം ഇൻഷുറൻസ് ആണ് ഒരു ബെസ്റ്റ് ഓപ്ഷനായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇൻഷുറൻസിന്റെ പ്രീമിയം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഒരു പ്രീമിയം തുക നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോളിസി കാലാവധി മുഴുവൻ അവസാനം വരെ നിങ്ങൾ ആ ഒരു തുക നൽകേണ്ടി വരും. അതിൽ കൂടുതലായി ഒന്നും നൽകേണ്ടതില്ല. ഇത് വർഷം തോറും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആൻഡ് പ്രഡിക്റ്റബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻഷുറൻസിന് ആരൊക്കെയാണ് യോഗ്യരെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചെറുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പ്രീമിയം നൽകിയാൽ മതിയാകും. സ്വന്തമായി ജോലി ഉള്ളവർക്ക് ഈ ഒരു പ്രീമിയം എടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ സാലറി സ്ലിപ്പ് നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതിന് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. ഡിഗ്രി ഉള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷെ 10ാം ക്ലാസ്സിന് താഴെയാണ് വിദ്യാഭ്യാസ യോഗ്യതയെങ്കിൽ ഓപ്ഷനുകൾ വളരെ കുറവായിരിക്കും. നമ്മളുടെ ആരോഗ്യവുമായി സംബന്ധപ്പെട്ട പൂർണ്ണ വിവരം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പുകളും നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഇൻ കേസ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധമായി പറയേണ്ടതുണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഹൈ റിസ്ക് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായി നൽകണം. ഇനി നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് വാങ്ങുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് വാങ്ങാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഫോട്ടോ, പാൻ കാർഡ്, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ നൽകണം. 3 മാസത്തെ സാലറി സ്ലിപ്പുകൾ നൽകണം. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകണം. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നൽകണം. നിലവിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അതും നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എവിടെ നിന്ന് വാങ്ങാമെന്ന് നോക്കാം. നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതുമല്ലെങ്കിൽ പോളിസി ബസാർ പോലുള്ള വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മികച്ച ഇൻഷുറൻസ് കമ്പനി തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം. ആ ഒരു കമ്പനിയുടെ ക്ലെയിം ആൻഡ് സെറ്റിൽമെന്റ് റേഷ്യോ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. 97% മുകളിൽ കമ്പനികൾ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രീമിയം നിരക്ക് എത്രയാണെന്ന് അറിയുക. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ പ്രീമിയം ഉള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക. കസ്റ്റമർ കംപ്ലൈന്റ്സിന് ആ ഒരു കമ്പനി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് നേടുക. അതുപോലെ തന്നെ IRDAI റിപ്പോർട്ട്സ് ആൻഡ് റേറ്റിംഗ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ടേം ഇൻഷുറൻസ്, ഏത് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, പോളിസി ബസാറിലൂടെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായതും ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചോ കൂടുതലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ മെന്ററിനെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ്. ബോസ്വാല, ബി ദ ബോസ്.